തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. ടെമ്പിൾ സിറ്റി എന്ന് പറയും. വാടിപ്പട്ടിയാണ് ഇതിൻ്റെ യഥാർത്ഥ ലൊക്കേഷൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ തൊട്ടടുത്ത് നമുക്ക് ഗിഫ്റ്റ്സും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇവിടെ മറ്റൊരു കൗതുകകരമായ ഒരു സംഭവം. ഇന്ത്യയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹാൻഡ് ക്രാഫ്റ്റ് ഗിഫ്റ്റുകളാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഈ ഗിഫ്റ്റ് സെക്ഷനിലേക്കൊക്കെ വരാം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ഫുഡ് വ്ളോഗ് എടുക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് വന്നത്. ഇത് നമ്മൾ തമിഴ്നാട്ടിലാണ്, മധുരയിൽ പോകുന്നത്. ഇത് ടെമ്പിൾ സിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹോട്ടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കുറേ പ്രത്യേകതകളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഹോട്ടലിൻ്റെ തൊട്ട് അടുത്ത് തന്നെ നമുക്ക് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാം. നല്ല നല്ല ഗിഫ്റ്റ്, ക്രാഫ്റ്റ് വർക്കുകൾ, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഗിഫ്റ്റുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് അവിടെ ബില്ല് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. നമ്മൾ ഫുഡ് വ്ളോഗാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് ഇതാണ് അവരുടെ മെനു കാർഡ്. നല്ലൊരു എന്താ പറയുക, ഒരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു മെനു കാർഡാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഡിഷസ് ഉണ്ട്. സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ട്, സീസണൽ ഡിഷസ് ഉണ്ട്. അതായത് ഈ ഫ്രഷ് ജ്യൂസിൻ്റെ സീസണൽ ഫുഡുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡുണ്ട്. പിന്നെ റൈസ്, നൂഡിൽസ്, പിന്നെ സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഹോട്ട് ആൻഡ് ബിവറേജസ് ആൻഡ് അതുപോലത്തെ ഐറ്റമുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഫുഡിൻ്റെ പലതരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ ഇവിടെയുണ്ട്. അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കാരണം ഞാൻ ഈ ടെമ്പിൾ സിറ്റി എന്ന ഹോട്ടൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് കോളേജിൽ നിന്ന് വന്ന സമയത്ത് മുതലാണ് കേട്ടത്. അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരു ദിവസം കൂടിയുള്ള ഒരു അപ്പുറം ഗിഫ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെട്ടിനാട് സൂപ്പ്, നമ്മളെ സ്റ്റാർട്ടറായിട്ട് ഒരു ചെട്ടിനാട് സൂപ്പും, പിന്നെ ഒരു സെറ്റ് ചപ്പാത്തിയും, അതുപോലെ തന്നെ കോലാപ്പുരി പനീറുമാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതൊരു 20 മിനിറ്റ്സിനുള്ളിൽ വരും. അപ്പോൾ അതുവരെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ഈ അച്ചാറ് കാര്യങ്ങളൊക്കെ ഒരു സെറ്റായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല അച്ചാറുകൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാങ്ങണം എന്ന് ഞാൻ നോക്കുന്നുണ്ട്. പറ്റിയാൽ വാങ്ങും. അപ്പോൾ ഇതാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ആദ്യം നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ പറയുക, ഫുഡ് ടേസ്റ്റ് ചെയ്യാം. എൻ്റെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയുണ്ട് നമുക്ക് പറയാം. ഇവരുടെ ഒരു മൊത്തത്തിലൊരു ആംബിയൻസ് കാണുമ്പോൾ ഫുഡ് മോശമാവാൻ വഴിയില്ല. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന ആൾക്കാർ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാനുണ്ടായ കാരണം. അപ്പം നമുക്ക് നോക്കാം, എനിക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുമെന്ന് നോക്കാം. ഞാൻ ആദ്യം ഓർഡർ ചെയ്ത സ്റ്റാർട്ടർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചെട്ടിനാട് സൂപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെട്ടിനാടിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ കാരക്കുടി പോകുന്ന സമയത്ത് ചെട്ടിനാട് സൂപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ഇതും ഒരേ ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെട്ടിനാട് സൂപ്പ് പല നാട്ടിൽ പോയി കഴിച്ചാൽ പല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെയും വേറെ ടേസ്റ്റാണ്. അന്ന് കാരക്കുടി പോയി കഴിച്ച സൂപ്പ് പോലെയല്ല ഇതില്ലത്. അപ്പോൾ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് തന്നെ ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത ഡിഷ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. സമയം ഇപ്പോൾ ഉച്ചയോടടുത്തായി. ഇപ്പോൾ ചപ്പാത്തി എന്ത് കൊണ്ട് കഴിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അങ്ങനെയാണ് ചപ്പാത്തിയും പനീറും നമ്മൾ എടുത്തത്. അങ്ങനെ നമ്മളെ ചപ്പാത്തിയും കോലാപ്പൂരി പനീറും വന്നു കഴിഞ്ഞിരിക്കുന്നു. നല്ല സോഫ്റ്റ് ചപ്പാത്തിയും നല്ല ചൂട് പനീറും. കാണുമ്പോൾ തന്നെ നല്ല നമുക്ക് കഴിക്കാൻ തോന്നും. നാവിൽ വെള്ളം വരും, ഉറപ്പായിട്ട് വരും. ഇത് മാംഗോ മിൽക്ക് ഷേക്ക് വിത്ത് ഐസ്ക്രീം. ഇത് നമ്മുടെ തമിഴ്നാടിൻ്റെ മെയിൻ സാധനമായ, അതായത് ഈ മധുര ഡിണ്ടിഗൽ ഫേമസ് ആയ ജിഗർദണ്ഡയാണ്. അപ്പോൾ ആദ്യം നമുക്ക് മാംഗോ മിൽക്ക് ഷേക്ക് ഒന്ന് ജസ്റ്റ് ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ജിഗർദണ്ഡ കൊള്ളാട്ടോ, അടിപൊളി. ഇതവിടെ വെക്കാം. ശേഷം നമുക്ക് ജിഗർദണ്ഡ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ജിഗർദണ്ഡി അടിപൊളിയുണ്ട്. ഞാനൊന്ന് പെട്ടെന്ന് തീർത്തിട്ട് അടുത്ത ഡിഷായിട്ട് വേഗം തരാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഐറ്റായ നോർമൽ ഫലോട്ടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി.
നമുക്ക് നേരെ ഗിഫ്റ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് വാങ്ങാൻ പറ്റുന്നതാണെങ്കിൽ വാങ്ങിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും. അപ്പോൾ ഞാൻ നല്ല കഴിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഞാനൊരു ഡ്രീം മണി ബോക്സ് എടുത്തു. പിന്നെ ഓജസ് കുറച്ച് ഗിഫ്റ്റ് എടുത്തു. അങ്ങനെ കുറച്ച് ഒരു 1000 രൂപേൻ്റെ പർച്ചേസും ഞാനും ഓജസും കൂടി എടുത്തു. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ള ഹോട്ടലും നല്ല ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ അവരുടെ ഫാമുണ്ട്. അത് നല്ലൊരു കൗതുക കാഴ്ചയാണ്. ഇത് നമ്മുടെ ജംന പ്യാരി ഇനത്തിൽപ്പെട്ട ജംന പ്യാരിയാണ്. അപ്പോൾ നല്ലൊരു കൗതുക കാഴ്ച, ഒരു നല്ലൊരു ആംബിയൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. നമ്മളെ മലയാളികൾ പൊതുവേ ഭക്ഷണപ്രിയരാണ്. അപ്പോൾ അവരെന്തായിട്ടും നല്ല നല്ല ഹോട്ടലിൽ തേടി പോകാറുണ്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ. അപ്പോൾ ഏതെങ്കിലും മലയാളി ഈ ഭാഗം വഴി പോകുന്നുണ്ടെങ്കിൽ എന്തായിട്ടും ഹോട്ടൽ ടെമ്പിൾ സിറ്റിയിൽ നിന്ന് ഫുഡ് കഴിക്കുക. എന്തായിട്ടും നല്ലൊരു ഫുഡാണ് അവർ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഞാനൊരു 10-ൽ 8 മാർക്ക് അവർക്ക് കൊടുക്കും. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് എന്തായിട്ടും ആ ഗിഫ്റ്റ് സെക്ഷൻ ഇഷ്ടപ്പെടും, അത് ഞാൻ ഉറപ്പ് തരാം. ആരെങ്കിലും ഇവിടെ വന്ന് ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ടെമ്പിൾ സിറ്റിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.